ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ പള്ളിയിൽ പോകണം. ഇന്ന് പള്ളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഹീസ് ലൈക്ക് എ മെൻറ്റർ. അമലിൻ്റെ ലൈഫിൽ ന്യൂസിലാൻഡ് വന്നപ്പോൾ കോവിഡ് ടൈമിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ അബ്രോഡുള്ള സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും ജീവിച്ചേക്കുകയെന്ന്? കോവിഡ് ടൈമിൽ നാട്ടിൽ നമ്മളെല്ലാ ബന്ധുക്കളുടെയും കൂടെ താമസിക്കുമ്പോൾ അബ്രോഡുള്ള സ്റ്റുഡൻസ് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഒരു പണിക്ക് പോലും പോകാൻ പറ്റാതെ വീടിനുള്ളിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു അപ്പനെ പോലെ കാത്തൊരു മനുഷ്യൻ. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഈ മനുഷ്യനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിലും കൂടുതൽ എനിക്കൊരു സർപ്രൈസിങ് മൊമെൻ്റ് ആയിരുന്നു ഈ യാക്കോബൈറ്റിൻ്റെ കുർബാന. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു പെരുന്നാൾ കുർബാന ആയതുകൊണ്ട് തന്നെ 3 അച്ഛന്മാർ പല സ്ഥലത്തായിട്ട് നിന്നാണ് കുർബാന ചൊല്ലുന്നത്. ആൻഡ് ഒരേ സമയം അവർ തിരിഞ്ഞ് നമുക്ക് ആശീർവാദം തരും. ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനെ മീറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ഇതല്ല കേട്ടോ അച്ഛൻ. ഞങ്ങൾ സെർച്ച് ചെയ്ത് നടക്കുമായിരുന്നു. ഫൈനലി ആ മൊമെൻ്റ് എത്തി. ഇതാണ് അച്ഛൻ. അച്ഛൻ്റെ വീഡിയോ എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം അച്ഛൻ ഈ പിള്ളേരെ പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു. ആൻഡ് ഫൈനലി ഞങ്ങൾ ഫുഡും കഴിച്ച്